ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെക്കുറിച്ചാണ്. യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 116 സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ അതാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്, അതുകൊണ്ടാണല്ലോ നമുക്ക് കർത്താവിനെ അറിയുവാനും സ്നേഹിക്കാനും കഴിഞ്ഞത്. നമ്മെയാണ് കർത്താവ് ആദ്യം സ്നേഹിച്ചത്. ആ സ്നേഹിച്ച കർത്താവിനെ എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കൊക്കെ മറുപടി കർത്താവ് തന്നിട്ടുണ്ട്. ഇന്നലകളിൽ മറുപടി തന്ന കർത്താവ് ഇന്നും മറുപടി തന്നിരിക്കുകയാണ്, അല്ലേ? സ്തോത്രം. യേശുവിനെ കൺപൂട്ടി അങ്ങ് സ്നേഹിക്കണം. അത്രത്തോളം വിശ്വസ്തനാണ് കർത്താവ്. അങ്ങനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ്, അല്ലേ? യേശുവിനെ കാണുവാൻ വേണ്ടി യേശു എന്ത് പറയും എന്ന് ചോദിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുന്നവർ എത്ര പേരുണ്ടെന്നൊരാളൊരിക്കൽ ചോദിച്ചു. അതിന് മറുപടി അന്നേരം കൊടുത്തു. നമുക്കതിനുള്ള മറുപടി കണ്ടെത്താം. കോട്ടയത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിൾ സൊസൈറ്റിയുടെ മുമ്പിൽ, അല്ലേ? നിങ്ങൾ ഇന്ന് ബൈബിൾ വായിച്ചുവോ? അപ്പം ബൈബിൾ വായിക്കണം. തിരുവചനം വായിക്കുമ്പോഴാണ് കർത്താവ് അടുത്ത് വരുന്നതും നമ്മളോട് കർത്താവിൻ്റെ വചനത്തിലൂടെ ചെവിയിൽ ഉറക്കത്തിലൊക്കെ വിളിച്ചുണർത്തി നമ്മളോട് സംസാരിക്കുന്ന ദൈവം, അല്ലേ? ശൗമേലിനെ വിളിച്ചുണർത്തി സംസാരിച്ച ദൈവം, യാക്കോബിൻ്റെ സ്വപ്നത്തിൽ ഇറങ്ങി വന്ന ദൈവം, അല്ലേ? അങ്ങനെയെങ്കിൽ തിരുവചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ അങ്ങനെ അവരോട് ഇടപെട്ട ദൈവം. അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടുന്ന ദൈവം നമ്മളോട് ഇടപെടുന്ന ഇങ്ങനെയൊക്കെ തന്നെ, അല്ലേ? അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കർത്താവ് കേട്ടിട്ടുണ്ട്. ഇന്നലകളിലെ പ്രാർത്ഥനയെല്ലാം കേട്ടു. ഇന്നുകളിലെ പ്രാർത്ഥനയും ദൈവം കേട്ടു. നാളത്തെ പ്രാർത്ഥനയും ദൈവം കേട്ടു. കേട്ട് ഉത്തരമുള്ളൊരു ദൈവമാണ് കേട്ടു. ആ കേൾക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മൾ ഒറ്റയ്ക്കുള്ളെന്ന് വിചാരിക്കണ്ട. ഏലിയ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നുള്ളൂ. തീ കൊണ്ട് ഉത്തരമുള്ളുന്ന ദൈവത്തെ അവിടെ പ്രദർശിപ്പിച്ചില്ലേ, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. നമ്മളിൽ ആ സ്നേഹം കുറഞ്ഞു പോകാതിരിപ്പാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കമുള്ളവരായിരിക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. നമുക്കും കർത്താവിനെ തിരിച്ചും സ്നേഹിക്കാം. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്യാതെ സ്വസ്ഥരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവായി ഒരുങ്ങാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.